നമസ്കാരം കൂട്ടുകാരൻ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 31/7/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില. ഡെയിലിയുള്ള റബ്ബർ വിലയും ഒട്ടുപാലിൻ്റെ വിലയൊക്കെ നിങ്ങളുടെ മൊബൈൽ കൃത്യസമയത്ത് എത്തിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും റബ്ബറിനെ പറ്റിയുള്ള മറ്റു ന്യൂസുകളും ഈ ചാനലിലൂടെ കൃത്യസമയത്ത് നിങ്ങളെ അറിയിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 283, RSS 5 279, ISN 20 250, ലാറ്റക്സ് 60% DHL 196 രൂപ 55 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 283, RSS 5 279, അഗർത്തല വില നോക്കുമ്പോൾ RSS 4 275, RSS 5 272. കേരളത്തിലെ മറ്റിന ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 272, ലോട്ട് കിലോ 250 മുതൽ 258 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DHL ഒട്ടുപാൽ കിലോ 185, 60% DHL ഒട്ടുപാൽ കിലോ 138 രൂപ 25 പൈസ. ഈ കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 275, RSS 5 271, ISN 20 242 50 പൈസ മുതൽ 243 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DHL ഒട്ടുപാൽ കിലോ 171 രൂപ. ഈ ഒട്ടുപാലിൻ്റെ നിർണ്ണയം എന്ന് പറയുന്നത് അത് ഉണക്കിൻ്റെ അനുസരിച്ചാണ്. അതുകൊണ്ടാണ് 70%, 80% ഒക്കെ പറയുന്നത്. ഈ കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 270 രൂപ, ഫാക്ടറി വില 280 രൂപ. ഇന്നലെ ഫാക്ടറി വില കൂടിയത് 3 രൂപയാണ്. വിശദമായി നോക്കുമ്പോൾ 25% DHL 200 ലിറ്റർ പാലിന് 14,000 രൂപ, 30% DHL 200 ലിറ്റർ പാലിന് 16,800 രൂപ, 35% DHL 200 ലിറ്റർ പാലിന് 19,600 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 277 രൂപ 50 പൈസ, RSS 4 277, RSS 5 272, ലോട്ട് 247. ഒട്ടുപാൽ നോക്കുമ്പോൾ 172 രൂപയാണ് കർണാടക വില. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 13,230, ഒരു പവന് 1,05,840. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 75 രൂപ, ഒരു പവന് മുകളിൽ 600 രൂപയാണ് സ്വർണ്ണവിലയിൽ കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, ഇപ്പോൾ നാടൻ തേങ്ങ പച്ചത്തേങ്ങ 45 മുതൽ 57 രൂപയാണ്. എന്തായാലും UDF അധികാരത്തിലേറിയ 102 സീറ്റുമായാണ്. ഇപ്പോൾ വാഹന മോഡിഫിക്കേഷൻ എങ്ങനെ വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായം ഏവർക്കും അറിയിക്കാം. കേരള മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പേഴ്സണലൈസേഷനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ആശങ്കകളും ഈ സർവേയിലൂടെ പങ്കുവയ്ക്കാം. അതിനായി ഗൂഗിൾ ഫോം വഴിയോ QR കോഡ് സ്കാൻ ചെയ്തോ സർവേയിൽ പങ്കെടുക്കാവുന്നതാണ്. ആർക്കും പങ്കെടുക്കാം. നിങ്ങൾ പറയുന്നത് MVD കേൾക്കും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ കേരളത്തിലെ ഗതാഗത മന്ത്രി ആരെന്ന് ചോദിച്ചാൽ CP ജോണാണ്, തിരുവനന്തപുരം MLA. എന്നാൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അപകടകരമല്ലാത്ത സ്ഥലത്തിലും മറ്റുള്ളവർക്ക് ശല്യമാവാത്ത തരത്തിലുമുള്ള മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപകടത്തിൽപ്പെടുന്ന വണ്ടികളിൽ ശരീരത്തിൽ കുത്തിക്കയറുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒഴിവാക്കണം. പുറത്തേക്ക് തള്ളിയിട്ടുള്ള അൾട്രേഷൻ വർക്കുകളും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സൗണ്ടുകളും ഒഴിവാക്കണം. റോഡിൽ പോകുമ്പോൾ അമിതമായ സൗണ്ടോ സ്പീക്കറോ അനാവശ്യമായ സൗണ്ടുകൾ പാടില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകാത്തുള്ള ഒരു മോഡിഫിക്കേഷനുമാണ് നമുക്ക് ആഗ്രഹം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.